എറണാകുളം മഹാരാജാസ് കോളേജ് SFI നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ ഇന്ന് അധിക കുറ്റം വായിച്ചു കേൾപ്പിക്കും. PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദികൾ പ്രതികളായ കേസിന്റെ വിചാരണ തുടങ്ങുന്ന തീയതിയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉടൻ തീരുമാനിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, അതായത് ഇതൊരു സ്വാഭാവികമായ നടപടിക്രമത്തിന്റെ ഭാഗമാണല്ലോ. എങ്ങനെയായിരിക്കും ഇനി തുടർ നീക്കങ്ങൾ? രാഖി, ആര്യ, ഇവിടെ അഭിമന്യു കേസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസവും ഹൈക്കോടതിയുടെ പരാമർശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വിചാരണ ആരംഭിക്കുന്നതിന് ഇത്രയധികം വൈകുന്നത് സംബന്ധിച്ച് ആ ഒരു ഘട്ടത്തിലാണ് തുടർ നടപടികൾ കൂടി പ്രോസിക്യൂഷൻ ശക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് IPC 323 വകുപ്പ് കൂടി പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നിലവിൽ കൊലപാതകമടക്കമുള്ള കേസുകൾ നിലനിൽക്കുന്ന വകുപ്പുകൾ നിലനിൽക്കുന്ന പ്രതികളാണ്. അവർക്കെതിരെ മറ്റൊരു വകുപ്പ് കൂടി പുതുതായി പ്രോസിക്യൂഷൻ ചുമത്തി. അതിനുശേഷം അതിന് കോടതിയുടെ അനുമതി വാങ്ങി. കോടതി കഴിഞ്ഞയാഴ്ച അനുമതി നൽകിയിരുന്നു 323 IPC 323 കൂടി ചുമത്തുന്നതിന്. അതിന്റെ അടിസ്ഥാനത്തിൽ പുതുതായി ചേർത്തിട്ടുള്ള കുറ്റം അത് പ്രതികളെ വായിച്ചു കേൾപ്പിക്കുക എന്ന ഒരു നടപടിക്രമമാണ് ഇന്ന് പൂർത്തിയാകാനുള്ളത്. നേരത്തെ അഭിമന്യു കൊല്ലപ്പെട്ട സമയത്ത് അഭിമന്യുവിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെയും ഈ പ്രതികൾ ആക്രമിച്ചിരുന്നു. അവരെ ചിലരെ മർദ്ദിക്കുകയും ഒപ്പം തന്നെ മുഖത്തടിക്കുകയും തള്ളി താഴെയിടാൻ ശ്രമിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അത്തരത്തിൽ അതായത് കൊലപാതകം നടത്തി മറ്റു രണ്ടുപേരെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നതിനൊപ്പം തന്നെയായിരുന്നു ഈ ഒരു കുറ്റം കൂടി. എന്നാൽ അത് നേരത്തെ ചുമത്തിയ വകുപ്പുകളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ആ ഒരു വകുപ്പ് കൂടി കോടതിയുടെ അനുമതിയോടെ ചേർത്തിട്ടുള്ളത്. മാത്രമല്ല, പ്രധാനപ്പെട്ട സാക്ഷികളെ ഈ കേസിൽ അഭിമന്യു വധക്കേസിൽ 2018 അഭിമന്യു കൊല്ലപ്പെടുമ്പോൾ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികളായി മാറിയ വിദ്യാർത്ഥികളെയായിരുന്നു അന്ന് PFI ഭീകരവാദി സംഘം, PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദി സംഘം ഈ വിധം ആക്രമിച്ചിരുന്നത്. അവർ പ്രധാനപ്പെട്ട സാക്ഷികൾ കൂടിയാണ്. ആ ഒരു കേസിന്റെ പ്രാധാന്യം കൂടി മുൻനിർത്തിയാണ് പ്രോസിക്യൂഷൻ തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. എല്ലാ പ്രതികളെയും കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. അതോടൊപ്പം തന്നെ അനുബന്ധ കുറ്റപത്രം കൂടി സമർപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട് അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കടക്കും. കാരണം 16 പേരാണ് നിലവിലുള്ള കുറ്റപത്രത്തിൽ ഉള്ളത്. എന്നാൽ 10 പേർ കൂടി വിചാരണ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ നേരിടേണ്ടതുണ്ട്. 10 പേർ അറസ്റ്റിലായിരുന്നു. ഈ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കാൻ സഹായിച്ചവരടക്കമുള്ള ആളുകളായിരുന്നു നേരത്തെ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ. ഇവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള അധിക കുറ്റപത്രം കൂടി കോടതിയിൽ സമർപ്പിക്കുന്ന നടപടികളും അധികം വൈകാതെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ജിജീഷ്, എന്തായാലും ഈ അഭിമന്യു കൊലക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി നടപടിക്രമങ്ങൾ വളരെ വേഗം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.